പിങ്ക് ജോബ് എന്താണെന്ന് വെച്ചാൽ കോഴിക്കോട് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു നാപ്കിൻ കമ്പനിയാണ്. ഫെയർവിങ്സ് എന്ന പ്രമുഖമായ ഒരു ബ്രാൻഡിൽ അറിയപ്പെടുന്ന ആ, ഒരു കമ്പനിയാണ് ഈ ഒരു നമ്മുടെ പിങ്ക് ജോബ് എന്ന് പറയുന്നത്. അപ്പൊ അത് നടപ്പിലാക്കുന്ന സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ് പിങ്ക് ജോബ്. അപ്പൊ പിങ്ക് ജോബിന്റെ അണ്ടറിൽ നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ, ഒരു അവയർനെസ് സെഷൻ പോലെ ഒരുപാട് ക്ലാസ്സുകൾ കൊടുത്തു. ഇപ്പൊ ഇത് 20ാമത്തെ ക്ലാസ് ആണ്. അപ്പോ ഇതില് ഒരുപാട് ലേഡീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വുമൺ എംപവർ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ എല്ലാ തരത്തിലും നമുക്ക് ഒരു സ്ത്രീ ശാക്തീകരണം നടപ്പിലാക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കൂടി ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഇതിൽ കസ്റ്റമറായി ഇരുന്നാലും അല്ലാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ട് പിങ്ക് ഹബ്ബ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി തന്നെ നമ്മൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, ട്രെയിനേഴ്സ് ഉണ്ട്, സാധാരണക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ രൂപീകരിച്ചിരിക്കുന്നത് ഇതുപോലുള്ള ക്ലാസ്സുകൾ പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ക്ലാസ്സുകൾ, അതായത് സമൂഹത്തിന് ഉപകരിക്കുന്ന പലതരത്തിലുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇതിലൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ കുറെ ക്യാഷ് ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു മേഖലയിലും, ഏതൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളും ഒരിക്കലും ശാക്തീകരിക്കപ്പെടുന്നില്ല. അപ്പൊ ഒരു സ്ത്രീ ശാക്തീകരിക്കപ്പെട്ടു എന്ന് നമുക്ക് തോന്നണമെങ്കിൽ അവര് എല്ലാ തരത്തിലും ശാരീരികമായും മാനസികമായും അതുപോലെ തന്നെ സാമ്പത്തികമായി സാമൂഹികമായി എല്ലാ നിലയിലും അവര് കരുത്തുള്ളവളാകുമ്പോൾ മാത്രമേ ഒരു സ്ത്രീ ശാക്തീകരിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയുള്ളൂ. ഏതൊരു സംരംഭം ഒരു ഇതുപോലെ ഒരു എംപവർമെന്റ് പ്രോഗ്രാം കൊണ്ടുവന്നാലും അതില് ഒരിക്കലും ചിലപ്പോൾ കുറച്ച് ക്യാഷ് കളക്ട് ചെയ്യാൻ പറ്റുമായിരിക്കാം, അല്ലെങ്കിൽ അവർക്കൊരു ജോലി കിട്ടുമായിരിക്കാം. അതിനപ്പുറത്തേക്ക് അവരെ എല്ലാ തരത്തിലും പിടിച്ചുയർത്തി കൂടെ ചേർത്ത് നിർത്തി കൊണ്ടുവരുന്ന ഒരു സംരംഭം എനിക്ക് തോന്നുന്നു ഈ ഒരു പിങ്ക് ജോബ് തന്നെയാണ്. ഒരുപാട് ആൾക്കാർക്ക് ക്ലാസ് എടുക്കാനുള്ള അവസരങ്ങൾ കിട്ടി. അതുപോലെ ഒരുപാട് ഡോക്ടേഴ്സിനെ തന്നെ പുറം ലോകത്തേക്ക് എത്തിക്കാൻ ഇങ്ങനെ ഒരു ഡോക്ടർ ഇന്നടത്ത് ഉണ്ട് എന്ന് നമുക്ക് ഇതിലൂടെ, ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് കാണിക്കാൻ പറ്റി. അതുപോലെ ഒരുപാട് ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, അതുപോലെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഡോക്ടേഴ്സിന്റെ ക്ലാസ്സും അതുപോലെ പ്രമുഖരായ ട്രെയിനേഴ്സിനെ വെച്ചൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. വളരെ സന്തോഷത്തോടെ പറയട്ടെ, ഇന്ന് 20ാമത്തെ ക്ലാസ്സുകളാണ്. നമ്മുടെ പിങ്ക് ജോബ് എന്ന് അതിന്റെ ചാനലിലേക്ക് പോയാൽ, യൂട്യൂബ് ചാനലിൽ പോയാൽ നിങ്ങൾക്ക് മറ്റുള്ള ക്ലാസ്സിന്റെ ലിങ്ക് ഒക്കെ അവിടെ കിട്ടും. അപ്പോ നമ്മുടെ ഈ ഒരു ക്ലാസ്സിന്റെ പ്രത്യേകതകൾ എല്ലാ സ്ത്രീ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും, അതുപോലെ അല്ലാത്ത എല്ലാവർക്കും, പഠിക്കുന്ന കുട്ടികൾക്കായാലും, ഇപ്പൊ മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ പറയുന്ന പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ക്ലാസ്സുകളൊക്കെ തരുന്നത് നമ്മുടെ വിംബിൾ അക്കാഡമി ഫൗണ്ടറായ, അതുപോലെ കൗൺസിലറും സൈക്കോളജിസ്റ്റും ഒക്കെ ആയ നമ്മുടെ ഫൈസൽ സാറാണ് നമുക്ക് ഇവിടെ സെയിൽസ് ട്രെയിനിങ് ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത്. അതുപോലെ നമ്മുടെ ഒപ്പം ഇവിടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ കമ്പനി ഡയറക്ടർ നബീല മാം, അതുപോലെ ഇവിടെ കോർഡിനേറ്റ് ചെയ്യുന്നത് ഞാനാണ്. പിന്നെ വളരെ സന്തോഷത്തോടെ പറയട്ടെ, ഒരുപാട് ലേഡീസിന് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് സാധിച്ചു ഈ ഒരു ക്ലാസ്സിലൂടെ ഒക്കെ. അതുപോലെ നമ്മുടെ ഈ ക്ലാസ്സുകൾ വളരെ ഉപകാരമാണ് എല്ലാവർക്കും. അതിൽ വരുന്ന ഓരോ ആൾക്കാരും, പുതിയ പുതിയ ആൾക്കാർ ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളോട് പേഴ്സണലി തന്നെ പറയുന്നുണ്ട് ഈ ഒരു ഇത് നല്ല ഒരു സംരംഭമാണ് നമ്മുടെ. കാരണം ഒരു പാഡ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്ത് അത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്കറിയില്ല, എത്രത്തോളം അതിൽ നമുക്കത് ഉപയോഗിച്ച് യോഗ്യമാക്കണം എന്ന് നമുക്കറിയില്ല. അതിൽ നമുക്ക് അവരൊരു ജോലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് അതും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഫെയർവിങ്സ് ജോലി കൊടുക്കുന്നുണ്ട്, അതുപോലെ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അവര് തന്നെ സാധാരണ ലേഡീസ് ആണ്, അവര് തന്നെ മുന്നോട്ട് വന്ന ക്ലാസ് എടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ അവർക്ക് അത് ഇതുപോലുള്ള അവസരങ്ങൾ നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ എല്ലാ തരത്തിലും അവർക്ക് ഒരു നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് റെഡി ആക്കാനുള്ള ക്ലാസ്സുകൾ പോലും നമ്മൾ മിക്കവാറും 3 ദിവസങ്ങളിൽ നമ്മൾ കൊടുക്കാറുണ്ട്. തിങ്കൾ, അതുപോലെ ചൊവ്വ പിങ്ക് ഹബിന്റെ ഈ ഒരു പുറത്തേക്കുള്ള ക്ലാസ്, അതുപോലെ സെയിൽസ് ട്രെയിനിങ് ക്ലാസ്സുകൾ, പിന്നെ പുതിയ മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള വെള്ളിയാഴ്ചത്തെ ക്ലാസ്സുകൾ, അങ്ങനെ നമ്മൾ ആഴ്ചയിൽ 3-4 ദിവസങ്ങളിലൊക്കെ ഇവർക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സാധാരണ ഒരു കമ്പനി പാഡ് നമ്മൾ യൂസ് ചെയ്യുന്നതിനപ്പുറം ഇവിടെ നമുക്ക് നമ്മുടെ ശരീരത്തിന് സുരക്ഷയുണ്ട്, അതുപോലെ നമുക്ക് ക്ലാസ്സുകൾ പുറത്തേക്ക് കിട്ടുന്നുണ്ട്. നല്ല നല്ല ക്ലാസ്സുകൾ ഡോക്ടേഴ്സിന്റെ അതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ഏണിങ്സും അവർക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാ തരത്തിലും ഇവരെ ശാക്തീകരിക്കപ്പെടുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് കമ്പനി ഇത്തരത്തിലുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് ക്ലാസ്സൊക്കെ എല്ലാ ദിവസവും നമുക്ക് ഒരുപാട് ആൾക്കാരെ, നല്ല നല്ല ട്രെയിനേഴ്സിനെ, ഡോക്ടേഴ്സിനെ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് വിംബിൾ അക്കാഡമിയിലെ തന്നെ ഒരു ട്രെയിനറായ സജിന മുസ്തഫ ആണ് നമുക്ക് വന്നിരിക്കുന്നത്. വളരെ പ്രഗത്ഭയായ ഒരു ട്രെയിനറാണ്, ഒരുപാട് ക്ലാസ്സുകൾ എടുത്ത് നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്.
അതുപോലെ എൻ്റെ സുഹൃത്തും കൂടിയാണ്. അപ്പൊ സജിന മുസ്തഫ മാമിനെ ഞാൻ വളരെയധികം സന്തോഷത്തോടെയും അതിനേക്കാൾ ഉപരി വലിയ ബഹുമാനത്തോടെ ഞാൻ മാമിനെ സ്വാഗതം ചെയ്യുന്നു. മാം പ്ലീസ്. താങ്ക് യു ജാസ്മിൻ. താങ്ക് യു. ഒരു സംഭവം, ഒരു നാപ്കിൻ കമ്പനിയാണ് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടപ്പോ ജാസ്മിൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത്. എന്നാലും ഒത്തിരി സന്തോഷം തോന്നി കേട്ടപ്പോ. ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോ എല്ലാവരും എത്തിയിട്ടില്ലാന്ന് തോന്നുന്നുണ്ടല്ലേ? ഒരു 10 പാർട്ടിസിപ്പൻസ്. അപ്പോ ജാസ്മിൻ മാം എന്റെ പേരൊക്കെ പറഞ്ഞു. എന്റെ പേര് സജിന, സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. ഞാൻ ടീച്ചറാണ്. പിന്നെ ഫാമിലി എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ്, പിന്നെ 2 കുട്ടികളുണ്ട്. ഞങ്ങളുടെ ജോയിന്റ് ഫാമിലിയാണ്. ഉമ്മയുണ്ട്, ഹസ്ബൻഡിന്റെ ബ്രദർ ഉണ്ട്, അവരുടെ വൈഫ്, അവരുടെ 3 കുട്ടികൾ. അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളൊരു കുട്ടികളും വലിയവരൊക്കെ ഒരു 10 പേരടങ്ങുന്ന ഒരു ഫാമിലിയാണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ് ആണ്. ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. എന്താണ് നിങ്ങൾക്ക് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ എന്താ അതിന്ന് നിങ്ങൾ മനസ്സിലാക്കിയതെന്നൊന്ന് പറയോ? ആദ്യമായിട്ട് കേൾക്കുന്നതാണോ ഈ ഒരു വേർഡ് മൈൻഡ്ഫുൾനെസ്? ഓക്കെ. എന്തായാലും ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ എന്താണ് ഈ മൈൻഡ്ഫുൾനെസ് എന്നും മൈൻഡ്ഫുൾ ആയിട്ട് ഈ മൈൻഡ്ഫുൾനെസിന്റെ പ്രാക്ടീസുകളൊക്കെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടെന്നും എങ്ങനെയൊക്കെ നമ്മൾക്ക് ഈ മൈൻഡ്ഫുൾനെസിന്റെ പ്രാക്ടീസുകൾ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. സെറ്റ് ആക്കണം. അതെ അതെ, എന്തായാലും മൈൻഡ് സെറ്റ് ആക്കലാണെന്ന് മനസ്സിലായല്ലേ? അത് നമ്മളുടെ പോസ്റ്റർ രീതിയിൽ എഴുതിയിരുന്നു അല്ലെ? നമ്മളുടെ ചിന്തകളെ കുറയ്ക്കാനായിട്ട്, അനാവശ്യമായിട്ടുള്ള ചിന്തകള് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ ചിന്തകളാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ, അല്ലെ? നമ്മളുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ. അപ്പൊ ഈ ചിന്തകളാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഈ ചിന്തകൾ, ഈ കാട് കയറുന്ന ഈ അനാവശ്യമായിട്ടുള്ള ചിന്തകളെ കുറച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ലൈഫിൽ ഒരുപാട് സക്സസ്ഫുൾ ആവാൻ പറ്റും. അപ്പൊ അതിനുള്ള വളരെ ബെസ്റ്റ്, വളരെ നല്ലൊരു മെത്തേഡാണിത്. ഞാനിത് ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്തപ്പോ എനിക്ക് എന്റെ ലൈഫിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ടോപ്പിക് എടുക്കാനായിട്ട്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കാരണം ഞാൻ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തു ഈ ഇതിന്റെ പ്രാക്ടീസുകൾ ചെയ്തിട്ട്. അപ്പോ നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഈ മൈൻഡ്ഫുൾനെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മലയാളം അർത്ഥം പറയുകയാണെങ്കിൽ അതിന്റെ ശരിക്കും വേർഡ് മീനിങ് ശ്രദ്ധാപൂർണമാണെന്നാണ് അർത്ഥം, അല്ലെങ്കിൽ മനസ്സാന്നിധ്യം എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ അതിന്റെ ഒരു ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ നമ്മളുടെ പ്രസന്റ് മൊമെന്റിൽ, അതായത് വർത്തമാന കാലത്തില് നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച്, ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? നമ്മുടെ ഉള്ളിൽ ഒരുപാട് ചിന്തകൾ വരും അല്ലെ? പിന്നെ ഒരുപാട് ഇമോഷൻസ് വരും, ഈഗോസ് ഉണ്ടാവും. അങ്ങനെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ, ചിന്തകളാണ് ഒരുപാട് നമുക്ക് ഉണ്ടാവും അല്ലെ? ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും, അതുപോലെ ഈ പ്രസന്റ് മൊമെന്റില് നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച്. ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ചുറ്റുപാടിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ കണ്ണിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും, ചെവിയിൽ കൂടെ നമുക്ക് കേൾക്കാൻ പറ്റും, അതുപോലെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും, സ്മെല് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് നമുക്ക് ചുറ്റുപാടിൽ നിന്ന് നമ്മളുടെ ബോഡിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും, അതുപോലെ തന്നെ പ്രസന്റ് മൊമെന്റിൽ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലും പൂർണ്ണമായി ശ്രദ്ധിക്കുന്ന ഒരു പ്രക്രിയക്കാണ് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ 3 കാര്യങ്ങളാണ് പറയുന്നത്. പ്രസന്റ് മൊമെന്റിൽ, അപ്പൊ അതിൽ ഈ ഒരു നിമിഷത്തില് നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ, നമ്മൾ എന്തൊക്കെയാണ് ചിന്തിക്കണമെന്ന് നമ്മൾ തന്നെ അറിയാം. വെറുതെ ഇങ്ങനെ ബോധമില്ലാണ്ട് ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാണ്ട് നമ്മളുടെ ചിന്തകളുടെ പോക്ക് എങ്ങനെയാണെന്ന് നമ്മൾ എപ്പോഴും അവെയർ ആയിട്ടിരിക്കും. അതാണ് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ചുറ്റുപാടിൽ നിന്ന് വരുന്നത്, നമ്മൾ എന്തെങ്കിലും കാര്യം കാണണം, അല്ലെങ്കിൽ കേൾക്കണം, അല്ലെങ്കിൽ സ്മെൽ ചെയ്യണം, അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്യണം. അപ്പൊ അതിൽ നമ്മൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം, അതിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ഇതൊക്കെ കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പൊ അതിനെയാണ് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നതിനെയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് രാവിലെ മുതൽ വൈകുന്നേരം വരെ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് മുതൽ വൈകുന്നേരം വരെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ? പക്ഷെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആസ്വദിച്ച് അനുഭവിച്ച് അറിഞ്ഞു ചെയ്തതെന്ന്
ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആൻസർ ഉണ്ടാവില്ലേ. ഇങ്ങനെ നമ്മളൊരു മെഷീൻ പോലെ ഓരോ ദിവസം ഇങ്ങനെ കടന്നു പോകുന്നു. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, രാവിലെ മുതൽ ഒരുപാട് കാര്യങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്നവരെ ചെയ്യുന്നു. പക്ഷെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ആസ്വദിച്ച് അനുഭവിച്ച് അറിഞ്ഞ്, അതായത് നമ്മുടെ പ്രസന്റ് മൊമെന്റിനെ നമ്മൾ അറിഞ്ഞ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഉത്തരവൊന്നും ഉണ്ടാവില്ല. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ലൈഫിലെ 2-3 സിറ്റുവേഷൻസ് പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾക്ക് അർജന്റ് ആയിട്ടൊന്ന് പുറത്തു പോകണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, വേഗം റെഡിയായി, ഡോറൊക്കെ ലോക്ക് ചെയ്തു, അങ്ങനെ വണ്ടിയിലൊക്കെ കയറി നമ്മൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പോയി കുറച്ച് ദൂരം എത്തിയപ്പോഴാണ് നമുക്കൊരു സംശയം, ഡോറ് ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം. ഡോറിന്റെ കീ ഒക്കെ കയ്യിലുണ്ട്, പക്ഷെ ഡോറ് ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയുന്നത്, നമ്മളിപ്പോ കിച്ചണിൽ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കണം, എന്തെങ്കിലും കുക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ആ സമയത്ത് പെട്ടെന്ന് ആരോ ഒരു കോളിംഗ് ബെൽ അടിച്ചു. അപ്പൊ നമ്മള് പോയി നോക്കണം, ഡോറൊക്കെ തുറന്ന് നോക്കിയപ്പോ അത് ഇലക്ട്രിസിറ്റി ബില്ല് വന്നതായിരുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ആ ബില്ലൊക്കെ വാങ്ങി. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, നമ്മൾ അടുപ്പത്ത് ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു, അത് കരിഞ്ഞു പോകുമല്ലോ. അപ്പൊ നമ്മൾ വേഗം ആ ബില്ല് എവിടെയോ വെച്ചിട്ട് വേഗം നമ്മൾ ആ കുക്ക് ചെയ്യുന്നിടത്ത് വന്നിട്ട് അതൊക്കെ ശരിയാക്കി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് നോക്കുമ്പോൾ നമുക്ക് എവിടെയാ വെച്ചതെന്ന് തീരെ ഓർമ്മയില്ലാത്തൊരവസ്ഥ. അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷൻ പറയണെങ്കിൽ, നമ്മൾക്ക് ആർക്കെങ്കിലും കോൾ ചെയ്യണം. അപ്പൊ മൊബൈൽ എടുത്തു, കോൾ ചെയ്യാൻ വേണ്ടി മൊബൈൽ എടുത്തു കഴിഞ്ഞപ്പോഴാണ് അവിടെ കുറെ നോട്ടിഫിക്കേഷൻ, വാട്സപ്പിൽ മറ്റും കുറെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നോക്കി റിപ്ലൈ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ കോൾ ചെയ്യുന്ന കാര്യം തന്നെയും മറന്നു. ഇങ്ങനൊരു അവസ്ഥ ഇതൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാവണല്ലേ. പിന്നെ എനിക്ക് പറ്റാറുള്ള ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാല്, ചിലപ്പോൾ എന്തെങ്കിലും ഫ്രിഡ്ജിൽ പോയിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുക്കാൻ നോക്കും, വല്ല കറിവേപ്പിലയോ പച്ചമുളകൊക്കെ എടുക്കാൻ നോക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഡോർ തുറന്നിട്ടുണ്ടാവും ഫ്രിഡ്ജിന്റെ. അത് കഴിഞ്ഞിട്ട് എന്താ അവിടെ എടുക്കാൻ വന്നതെന്ന് ചിലപ്പോൾ പെട്ടെന്ന് മറന്നു പോണ ഒരവസ്ഥ അല്ലെ. അങ്ങനത്തെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാറില്ല? ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ടോ? അതെ, ഉണ്ടാവാറുണ്ട്. അതെ, ഇങ്ങനത്തെ അതെ 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 എല്ലാവർക്കും ഉണ്ടാവല്ലേ ഇങ്ങനത്തെ സിറ്റുവേഷൻസ്. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എന്തൊരു മറവിയാണെന്ന് നമ്മൾ വിചാരിക്കുക അല്ലെ. ശരിക്കും പറഞ്ഞാൽ ഇത് മറവിയല്ല, നമ്മൾ ആ ചെയ്യുന്ന കാര്യം മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാത്തോണ്ടുള്ള ഒരു റിസൾട്ട് ആണ്. ഇങ്ങനെ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാത്തോണ്ട് നമ്മൾക്ക് ഒരുപാട് അബദ്ധങ്ങൾ നമുക്ക് പറ്റാറുണ്ടല്ലേ. അതായത് മനസ്സാന്നിധ്യത്തോടു കൂടി നമ്മുടെ കാര്യങ്ങൾ ചെയ്യാത്തോണ്ടുള്ള ഒരു റിസൾട്ടാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. നമ്മൾ പ്രസന്റ് മൊമെന്റിൽ എന്ത് കാര്യമാണോ ചെയ്യുന്നത് അത് മനസ്സാന്നിധ്യത്തോട് ചെയ്യാനായിട്ടുള്ള ആ ഒരു സ്കിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഈ മൈൻഡ്ഫുൾനെസ്. അപ്പൊ ഇതിന്റെ ഫാദർ ഓഫ് ദി മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്, ഇത് ഈ ഒരു വേർഡ് കൊണ്ടുവന്നത് ഒരു വിയറ്റ്നാമിലെ ഒരു ബുദ്ധിസ്റ്റ്, ഒരു സന്യാസിയായിട്ടുള്ള തിച്ച് നാറ്റ് ഹാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾക്ക് കുറച്ചും കൂടെ ദൈവത്തിനോടൊക്കെ അടുക്കണ പുസ്തകങ്ങൾ, സ്പിരിച്വാലിറ്റി ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തില് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, മെനി പീപ്പിൾ ആർ അലൈവ് ബട്ട് ഡോണ്ട് ടച്ച് ദ മിറാക്കിൾ ഓഫ് ബീയിങ് അലൈവ് എന്നാണ്. അതായത് പല ആളുകളും ജീവിക്കുന്നുണ്ട്, പക്ഷെ ജീവിതമാകുന്ന അനുഭവത്തെ തൊട്ടറിയുന്നില്ല എന്നാണ് അദ്ദേഹം അതിൽ പറയുന്നത്. ഞാൻ നിങ്ങൾക്കൊരു പിക്ചർ ഷെയർ ചെയ്യാം. ജാസ്മിൻ മാം ഷെയർ ചെയ്യാൻ പറ്റില്ലേ? ജാസ്മിൻ മാം ഇല്ലേ അവിടെ? ഞാൻ കോ-ഹോസ്റ്റ് ആക്കട്ടെ. ജസ്റ്റ് ഒരു പിക്ചർ. അപ്പൊ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന്, വലിയ കാര്യമൊന്നുമില്ല കാണിക്കാൻ. പിക്ചർ കാണുന്നുണ്ടോ? വെയിറ്റിംഗ് ആണ് മാം. ആണോ? ആ,
ഒരു ഐക്കൺ കാണുന്നുണ്ടല്ലോ. ഇപ്പോഴോ കാണുന്നുണ്ടോ? ഇല്ല മാം, എസ് എന്ന് മാത്രമേ കാണുന്നുള്ളൂ. ആണല്ലേ? കുഴപ്പമില്ല, ഞാൻ എന്തായാലും പറയാം. അപ്പൊ അതായത് നമ്മളുടെ ചിന്തകളാണ് അപ്പൊ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു. ഈ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും, അതിന് കുറയ്ക്കാനുള്ള പ്രാക്ടീസ് ആണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ ഏതായാലും പിക്ചർ കാണിക്കാൻ പറ്റില്ല, എന്നെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സ്റ്റോറി പറയാം. ഒരിക്കലും 2 കൂട്ടുകാരിങ്ങനെ ഒരു വൈകുന്നേരം ഇങ്ങനെ ഒരു ബീച്ചിന്റെ അവിടെ പോയിരിക്കും. അപ്പൊ ബീച്ചിന്റെ അവിടെ പോയിരുന്നിട്ട് അവര് സൺസെറ്റ് കാണാൻ വേണ്ടി വന്നിരിക്കണം. അങ്ങനെ സൂര്യൻ ഇങ്ങനെ പടിഞ്ഞാറ് ചക്രവാളത്തിൽ ഇങ്ങനെ മറഞ്ഞുകൊണ്ടിരിക്കണം. കടല് വളരെ ശാന്തമായിട്ടുള്ള ഒരു വളരെ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. കടല് വളരെ ശാന്തമായിട്ടിരിക്കുകയാണ്. കടലിൽ നിന്നും കുറെ ബോട്ടുകൾ ഇങ്ങനെ വൈകുന്നേരം ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ കടലിലൊക്കെ പോയിട്ട് ഇങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതില് ഒരു കൂട്ടുകാരൻ പിന്നിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഒന്നാമത്തെ കൂട്ടുകാരൻ ചോദിക്കും, നീ എന്തായി ചിന്തിച്ചുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കും. അപ്പോഴും ഈ ഒരു നശിച്ച ഇരുട്ട്, അയാൾ പറയണേ ഈ ഒരു നശിച്ച് വൈകുന്നേരമായ ഇത് നശിച്ച ഇരുട്ട് വന്ന കാരണം കൊണ്ട് ഇനി നമുക്ക് കൂടുതലൊന്നും കാണാൻ പറ്റില്ലല്ലോ എന്ന് ഇയാൾ ചിന്തിച്ചാകെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ രണ്ടാമത്തെ കൂട്ടുകാരൻ ചോദിക്കും, നീ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഇയാൾ പറയും, ഞാൻ ഈ കടലിലെ ഈ സൂര്യാസ്തമയവും കടലിന്റെ മനോഹാരിതയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു പറയും. അപ്പൊ രണ്ടുപേരുടെയും ചിന്തകളിലുള്ള ആ ഒരു വ്യത്യാസം വരും. രണ്ടാമത്തെ ആളെന്ന് വെച്ച് കഴിഞ്ഞാല് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആ ഒരു നിമിഷത്തെ ഭംഗി ആസ്വദിക്കാണ്ട് എന്താണ് ആളുടെ ചിന്തകള് കാട് കയറിയേക്കണ ഇരുട്ടിനെ പറ്റി ചിന്തിച്ച ആള് വിഷമിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ ഒന്നാമത്തെ ആള് ആ ഒരു കാഴ്ച വളരെയധികം ആസ്വദിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. മനുഷ്യരുടെ ചിന്തകൾ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അതാണ്. ഇതിനെ കുറിച്ച് പവർ ഓഫ് നൗ എന്നൊരു പുസ്തകമുണ്ട്. അതില് എക്കാർട്ട് ടോളെ പറയുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ധർമ്മസങ്കടം എന്ന് പറയുന്നത് കൂടുതലായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കാന്നുള്ളതാണ്. അതായത് മനുഷ്യൻ ജീവിയെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ജീവിയാണ് അല്ലെ? തോന്നുന്നത് നമ്മളിങ്ങനെ ബോധമില്ലാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. തിങ്കിങ് വിത്തൗട്ട് അവയർനെസ്. നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഈ ചിന്തകൾ എന്ന് പറയുന്നത് കൂടുതലും എന്തായിരിക്കും? ഒന്നല്ലെങ്കിൽ കഴിഞ്ഞു പോയ വല്ല കാര്യങ്ങളെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചായിരിക്കും അല്ലെ? അതായത് ഒന്നില്ലെങ്കിൽ പാസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചർ ആയിരിക്കും നമ്മളുടെ മനസ്സിലേക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ചിന്തകൾ. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പാസ്റ്റിലും ഫ്യൂച്ചറിലുമാണ്. ഈ നിമിഷത്തിൽ ജീവിക്കാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മൾ ഈ നിമിഷത്തിൽ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ പൂർണ്ണമായി ശ്രദ്ധിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ഒരുവിധം നമ്മുടെ ദുഃഖങ്ങൾക്കുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ കാട് കയറി പോകുന്ന ചിന്തകളാണെന്ന് പറഞ്ഞല്ലേ. ഒരുപാട് ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളുടെ ഒരുവിധം ദുഃഖങ്ങൾക്കുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾക്ക് ഈ ചിന്തകളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ നമ്മളുടെ ഉള്ളിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം. ചിന്തകളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ചിന്തകളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. ആവശ്യമായിട്ടുള്ള ചിന്തകൾ ഏത്, നല്ല ചിന്തകളുണ്ടാവും, ആവശ്യമില്ലാത്ത ചിന്തകളുണ്ടാവും അല്ലെ? അപ്പൊ ആവശ്യമായിട്ടുള്ള ചിന്തകൾ ഏത്, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഏതെന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു കഴിവ് നമ്മൾക്ക് ഉണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പൊ ഈ ഒരു കഴിവില്ലായ്മയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു കാരണമായിട്ട് വരുന്നത്. അപ്പൊ ഈ അനാവശ്യ ചിന്തകൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് അനാവശ്യ ചിന്തകൾ അതിനെ ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ചിന്തകൾക്ക് അടിമയാവാതിരിക്കുക, ചിന്തകൾക്ക് മീതെ നമ്മൾ ഉയരുക. അത് ചിന്തകളെ മാത്രമല്ല നമ്മളുടെ വികാരങ്ങൾക്കും നമ്മൾ അടിമയാവാതിരിക്കുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരിക്കലും ചുറ്റുപാടിലുള്ളവർക്ക് നമ്മളെ സന്തോഷിപ്പിക്കാൻ
കഴിയില്ല. നമ്മള് എന്താണ് ഈ പ്രസന്റ് മൂമെന്റിൽ കൂടുതൽ വേദനകൾ നമ്മൾ തന്നെ അനാവശ്യമായിട്ട് ചിന്തിച്ചുകൊണ്ട് സൃഷ്ടിക്കാതിരിക്കാൻ നമ്മളോട് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ മൈൻഡിലേക്ക് എപ്പോഴും ഈ ചിന്തകൾ എന്ന് പറയുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അതിങ്ങനെ വന്നിരിക്കണം അല്ലെ. നമുക്ക് അങ്ങനെയുള്ള തോന്നുന്നു ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കല്ലേ. പിന്നെ നമ്മൾ മനഃപൂർവ്വം ചിന്തിക്കണതല്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കും അല്ലെ. അപ്പൊ പാസ്റ്റും ഫ്യൂച്ചറുമാണ് നമ്മൾ കൂടുതലായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒട്ടും പാസ്റ്റും ഫ്യൂച്ചറും പാസ്റ്റില് നമ്മൾക്ക് ഉണ്ടായ അനുഭവങ്ങളിൽ നിന്നുള്ള പാഠങ്ങള് നമ്മൾ പഠിക്കണം. കേൾക്കുന്നില്ലേ? സൗണ്ട് കുറവാണോ? സൗണ്ട് കുറച്ചേ കേൾക്കുന്നുള്ളൂ. സൗണ്ട് ആണല്ലേ? ചില സമയങ്ങളിൽ ക്ലിയർ ആവുന്നില്ലേ? ഇപ്പൊ ഓക്കെയാണ്. ഇപ്പൊ ഓക്കെ. അപ്പൊ എന്താണ് നമ്മള് പാസ്റ്റിൽ നിന്നുള്ള പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. ഫ്യൂച്ചറിൽ നിന്ന് എന്താണ് ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്ക് ഒരുപാട് പ്ലാൻസ് വേണം അല്ലെ. അത് വേണം. പക്ഷെ നമ്മൾ ജീവിക്കേണ്ടത് എവിടെയായിരിക്കണം? പ്രസന്റിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അതാണ് ഇറ്റ് ഈസ് ദ ട്രൂ റിയാലിറ്റി. ട്രൂ റിയാലിറ്റി എന്ന് പറയുന്നത് പ്രസന്റ് ആണ്. പാസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ഫ്യൂച്ചർ ഇനിയും വന്നിട്ടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കേണ്ടത് പ്രസന്റിലാണ് ജീവിക്കേണ്ടതെന്നാണ് മൈൻഡ്ഫുൾനെസ് പറയുന്നത്. അപ്പൊ നമ്മൾ പ്രസന്റ് മൊമെന്റിൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ആ പ്രോബ്ലത്തിൽ ഫോക്കസ് ചെയ്യാണ്ട് അതിന്റെ സൊല്യൂഷനിൽ ഫോക്കസ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്താ ആയല്ലോ. അതെന്താ പ്രസന്റ് മൊമെന്റിൽ നമ്മൾ ആസ്വദിച്ച് അനുഭവിച്ച് നമ്മുടെ ചിന്തകളെ പരമാവധി അനാവശ്യമായിട്ടുള്ള ചിന്തകളെ പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രസന്റ് മൊമെന്റിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്യുക. ചിന്തകളെ നമ്മൾ കുറയ്ക്കാനായിട്ടുള്ള പ്രാക്ടീസുകളൊക്കെ ചെയ്യുക. ഇതാണ് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മൈൻഡ്ഫുൾനെസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട്. അതിൽ ഒരു 6-7 എണ്ണം ഞാൻ പറയാം. ഒന്നാമത്തെ നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാൻ പറ്റും. ഒന്നാമത്തത് സ്ട്രെസ് റിഡക്ഷൻ ആണ്. അതായത് ചിന്തകൾ കുറയുമ്പോൾ തന്നെ എന്താണ് നമ്മുടെ സ്ട്രെസ് കുറയും അല്ലെ. അപ്പൊ നമ്മൾ കാണപ്പെടുന്ന വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് നമ്മൾക്ക് കണ്ടതിന് അവരെ തോന്നും ഭയങ്കര സന്തോഷമായിട്ടുള്ള ജീവിതമാണ് അവർക്ക് നയിക്കണത്. ഒരുപാട് സ്വത്തുണ്ടായിരിക്കും, സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടായിരിക്കും, നല്ല ജോലി ഉണ്ടായിരിക്കും. പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നുന്ന ആൾക്കാർ പലപ്പോഴും നമുക്ക് കേട്ടിട്ടുണ്ട് അവർക്ക് ഭയങ്കര ഡിപ്രഷനിലാണ് അവർ ജീവിക്കണമെന്നുള്ളത് അല്ലെ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ കുറച്ചാൽ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഈ പ്രോബ്ലം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്. എല്ലാ മനുഷ്യന്മാർക്കും ഒരു പ്രോബ്ലത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ അടുത്ത് വായിച്ചൊരു ചെറിയൊരു സ്റ്റോറിയും കൂടെ പറയാം. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ധനികനായിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം എപ്പോഴും രാവിലെ മുതൽ വൈകുന്നേരം ചിന്തകളും ഒരുപാട് പ്രോബ്ലംസും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചിട്ട് നടക്കുന്ന ഒരു ധനികനായിട്ടുള്ള മനുഷ്യൻ. അപ്പൊ അയാൾ ഒരു ദിവസം എന്താണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അയാൾ നോക്കുമ്പോ അയാളുടെ ചുറ്റുപാടുള്ള സമ്പന്നരായിട്ടുള്ള ആൾക്കാരൊക്കെ വളരെ സന്തോഷത്തോടെ ജീവിക്കണം. അപ്പൊ അയാൾ വിചാരിക്കണം എനിക്ക് മാത്രം എന്ത് ഇങ്ങനെ, അവരൊക്കെ എന്തൊരു ഹാപ്പി ആയിട്ടാണ് ജീവിക്കണമെന്ന് ഇയാൾക്ക് തോന്നുന്നത്. അങ്ങനെ ഇയാൾ അങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് മാത്രം എന്ത് ദൈവമേ ഇങ്ങനെ, എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. എന്റെ പ്രോബ്ലംസ് ഒക്കെ വേറെ ആരെങ്കിലും ആയിട്ട് എനിക്ക് ആൾക്കാർ എന്തൊരു സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. ആരെങ്കിലും ആയിട്ടും എനിക്ക് കൈമാറാൻ പറ്റിയിരുന്നെങ്കിലോ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്തു? ദൈവം പ്രത്യക്ഷപ്പെട്ടു, സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയണം, നീ ഒരു കാര്യം ചെയ്യുക, നിന്റെ പ്രോബ്ലംസിനൊക്കെ ഒരു ബാഗിലാക്കിയിട്ട് വേഗം തന്നെ ദേവാലയത്തിലേക്ക് വരാൻ പറ്റും. അങ്ങനെ ഈ മനുഷ്യൻ എന്ത് ചെയ്യും? മനുഷ്യന് ഭയങ്കര സന്തോഷം. എല്ലാ പ്രോബ്ലംസും ഒരു ബാഗിലാക്കിയിട്ട് നിറച്ച് ഇയാള് ദേവാലയത്തിലേക്ക് വേഗം ഓടിപ്പോയി. അപ്പൊ അവിടെ ചെല്ലുമ്പോഴാണ് നോക്കുമ്പോഴാണ് അയാളുടെ നാട്ടിലുള്ള എല്ലാ സമ്പന്നരായിട്ടുള്ള ആൾക്കാർ ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്ന് തോന്നിയ ആൾക്കാരും അയാളെക്കാളും വലിയ ബാഗും പിടിച്ചിട്ട് അവിടെ നിൽക്കണം. അപ്പൊ അയാൾ അത് എന്താന്ന് വിചാരിക്കും, പ്രോബ്ലംസ് ഉണ്ടോന്ന് തോന്നണ ഇയാൾക്ക്. അങ്ങനെ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഉള്ളിലേക്കൊന്നും പോകാന്ന് ചെയ്യും. അങ്ങനെ എല്ലാവരും ഉള്ളിലേക്ക് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ ബാഗുകളൊക്കെ താഴെ വെക്കാൻ പറയും. അപ്പൊ എല്ലാവരും അവരവരുടെ ബാഗുകളൊക്കെ താഴെ വെക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഇതിന്ന് ഇഷ്ടമുള്ള ഒരു ബാഗ് എടുത്തോളാൻ പറയും. അപ്പൊ നോക്കുമ്പോഴാണ് ഇയാളെ അത്ഭുതപ്പെടും. എല്ലാവരും അവരവരുടെ ബാഗുകൾ എടുത്തിട്ട് എന്ത് ചെയ്യണം, അവിടെ നിന്ന് സ്ഥലം വിടണം. അപ്പൊ ഇയാളും എന്ത് ചെയ്തു?
ഇയാളുടെ ബാഗ് കൊടുത്തിട്ട് സ്ഥലം വിട്ടു. അപ്പൊ അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിനെ ചിന്തിച്ച് ഒരുപാട് ചിന്തിച്ച് ആ പ്രശ്നങ്ങളിൽ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഹാപ്പി ആയിട്ടുള്ള മൂമെന്റുകളൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ഈ അനാവശ്യമായിട്ടുള്ള ഒരുപാട് ചിന്തകളെ കുറയ്ക്കാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അത് പരിഹരിക്കാനുള്ള മാർഗം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്, നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ മൈൻഡ്ഫുൾനെസിന്റെ പ്രാക്ടീസുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തകളെ കുറിച്ചിട്ട് നമുക്ക് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് പറ്റുന്നുള്ളതാണ് ഫസ്റ്റ് ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത്. രണ്ടാമത്തത് ഇംപ്രൂവ്ഡ് ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷൻ. അത് നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് ഫോക്കസും കോൺസെൻട്രേഷനും കിട്ടും. നമ്മളിപ്പോ എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ തന്നെ വേറെ പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടായിരിക്കും ചെയ്യുക. അപ്പൊ എന്തെങ്കിലും അബദ്ധം വരാനൊക്കെ സാധ്യതയുണ്ടല്ലേ. ഇപ്പൊ വീട്ടിലത്തെ കാര്യമായാലും ജോലി സ്ഥലത്തെ കാര്യമായാലും വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയാലും നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യം വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഫോക്കസും കോൺസെൻട്രേഷനും നമുക്ക് കൂടും, നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, ഇംപ്രൂവ്ഡ് ഫോക്കസ് ആൻഡ് കോൺസെൻട്രേഷൻ. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൾട്ടിവേറ്റ് ഇമോഷണൽ ഇന്റലിജൻസ്. അപ്പൊ ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസുകൾ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ തോട്ടുകളെ മാത്രമല്ല ചിന്തകളെ മാത്രമല്ല നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ടാവും. നമ്മുടെ ഇമോഷൻസ് എങ്ങനെയാണെന്ന് നമുക്കറിയാനും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്ക് കിട്ടും. അപ്പൊ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഇമോഷൻസും നമ്മുടെ ചുറ്റുപാടിലുള്ള ആൾക്കാരുടെ ഇമോഷൻസും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളതാണ്. അതാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതായത് വൈകാരിക ബുദ്ധി എന്നൊക്കെ പറയും. നമുക്ക് മറ്റുള്ളവരുടെ ഫീലിങ്സ്, മറ്റുള്ളവരുടെ ഇമോഷൻസ് ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവിനെയാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതൊരു സ്കില്ലാണ്. ആ സ്കില്ല് നമുക്ക് ഡെവലപ്പ് ആവും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസുകളൊക്കെ ചെയ്യുമ്പോൾ ഡെവലപ്പ് ആവും. പിന്നെ പറയുന്നത് ഇംപ്രൂവ്ഡ് ഡിസിഷൻ മേക്കിംഗ്. നല്ല തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞു നമുക്ക് ഫോക്കസും കോൺസെൻട്രേഷൻ ഒക്കെ കൂടും എന്ന് പറഞ്ഞു. അപ്പൊ ഫോക്കസും കോൺസെൻട്രേഷൻ കൂടുമ്പോൾ നമ്മുടെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് കുറച്ചും കൂടെ കാമായിരിക്കും. ചിന്തകൾ പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് കാമാവും. അപ്പൊ നമുക്കൊരു ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിന് നമുക്ക് പറ്റും. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് കുറച്ചും കൂടെ ഉൾക്കാഴ്ച ഉണ്ടാവും. ഇപ്പൊ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഷുഗർ പേഷ്യന്റ് ആണ് ശരിക്കും. അപ്പൊ നമ്മളുടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് മധുരം ഒന്നും കഴിക്കരുത്, ഷുഗർ കഴിക്കരുത്, തീരെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരം, ചോക്ലേറ്റ്, ഐസ്ക്രീം ഒക്കെ ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ട് അല്ലെങ്കിൽ പറയുന്നത് ഐസ്ക്രീം കഴിച്ചോ അല്ലെങ്കിൽ ചോക്ലേറ്റ് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് തരുമ്പോൾ നമ്മൾ എന്താണ് മൈൻഡ്ഫുൾ അല്ലെങ്കിൽ നമ്മൾ അത് വാങ്ങിച്ച് വേഗം കഴിക്കും അല്ലെ. മൈൻഡ്ഫുൾ ആണെങ്കിൽ നമുക്ക് തോന്നും ഇത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാണല്ലോ, അത് കഴിച്ചാലുള്ള പ്രശ്നങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കും അല്ലെ. അപ്പൊ അതൊരു ചെറിയ സംഭവം പറയണ്ട. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ നല്ല ഡിസിഷൻസ് എടുക്കാനായിട്ട് നമുക്ക് ഫോക്കസും കോൺസെൻട്രേഷനും കൂടുമ്പോൾ കുറച്ചും കൂടി ഉൾക്കാഴ്ചയൊക്കെ നമുക്ക് കൂടും മൈൻഡ്ഫുൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ. അപ്പൊ നമുക്ക് നല്ല ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി. അപ്പൊ ഫോക്കസ് കൂടും, ഡിസിഷൻ മേക്കിംഗ് ഒക്കെ കൂടുമ്പോൾ തന്നെ നമ്മളുടെ പ്രൊഡക്ടിവിറ്റിയും കൂടും. നമ്മൾ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ അതിൽ നിന്ന് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടുതലായിട്ട് വരും. ഇപ്പൊ ജോലി സ്ഥലത്തായാലും വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളിലായാലും പ്രൊഡക്ടിവിറ്റി കൂടും. പിന്നെ ബെറ്റർ റിലേഷൻഷിപ്പ്, നമ്മുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവും. നേരത്തെ നമ്മൾ പറഞ്ഞ ഇമോഷണൽ ഇന്റലിജൻസ് സ്കില്ല് ഇമ്പ്രൂവ് ആവുമെന്ന് പറഞ്ഞു. അതായത് മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാനുള്ള നമ്മുടെ കഴിവ് ഇമ്പ്രൂവ് ആവുമ്പോൾ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പുകളൊക്കെ എന്താവും, ബെറ്റർ ആവും. മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്ക് കൂടുമ്പോൾ റിലേഷൻഷിപ്പ് ബെറ്റർ ആവും. അതുപോലെ തന്നെ ഗ്രേറ്റർ സെൽഫ് അവയർനെസ്. നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ കുറച്ചും കൂടെ ബോധമുണ്ടാവും. നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ്, നമ്മുടെ ഇമോഷൻസ് എങ്ങനെയാണ്, നമ്മളുടെ മൈൻഡിനെ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമ്പോൾ നമ്മളെ കുറിച്ച് തന്നെ ഒരു സെൽഫ് അവയർനെസ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകൾ നമ്മൾക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസുകൾ ചെയ്യുന്നുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയും, നമുക്ക് സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫോക്കസും കോൺസെൻട്രേഷനും ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇമോഷണൽ ഇന്റലിജൻസ് നമുക്ക് കൂട്ടാൻ പറ്റും. ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും. നമ്മുടെ റിലേഷൻഷിപ്പ് ഒക്കെ സ്ട്രോങ് ആക്കാൻ പറ്റും. പിന്നെ ഗ്രേറ്റർ സെൽഫ് അവയർനെസ്, നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ നല്ലൊരു ബോധം ഉണ്ടാവും. അതാണ് ഇതിന്റെയൊക്കെ ഗുണങ്ങൾ, ബെനിഫിറ്റുകൾ പറയുന്നത് കേട്ടോ. ഇനി എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിട്ട് പിന്നെ ഞാൻ ആ ക്ലാസ് കണ്ടിന്യൂ ചെയ്തിരുന്നു. അപ്പൊ എനിക്കുള്ള ആ ഒരു റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ നമ്മൾക്ക് നമ്മുടെ കുഞ്ഞു കാര്യങ്ങൾ, നമ്മുടെ ഡെയിലി ലൈഫിലെ കുഞ്ഞു കാര്യങ്ങൾ
മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാനായിട്ട് നമ്മൾ നോക്കണം. അതായത് ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് തന്നപ്പോൾ ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ്ഫുൾ വാഷിംഗ് ആണ്. അതായത് നമ്മുടെ കിച്ചണിലൊക്കെ പ്ലേറ്റുകളൊക്കെ കഴുകുമല്ലോ, അപ്പൊ അത് മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ വീട്ടിലാണെന്ന് വെച്ചാൽ ഞങ്ങൾ ജോയിന്റ് ഫാമിലി ആയതുകൊണ്ട് ഒരുപാട് പ്ലേറ്റുകളൊക്കെ കിച്ചണിലൊക്കെ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവും, വാഷ് ചെയ്യാനായിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ വാഷിങ് ചെയ്യുമ്പോന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ജസ്റ്റ് പാത്രം കഴുകുമ്പോൾ ആ ടാപ്പിൽ നിന്ന് ആ വെള്ളം വരുമ്പോ ആ വെള്ളം നമ്മുടെ കൈമേൽ നമ്മുടെ മൈൻഡ്ഫുൾനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണെന്നാണല്ലോ പറഞ്ഞത്. നമ്മുടെ ചുറ്റുപാടുകളിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇതാക്കുക. അതായത് നമ്മുടെ ബോഡി സെൻസേഷൻസ്, കണ്ണുകൊണ്ട് കാണുന്നത്, ചെവി കൊണ്ട് കേൾക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത്, സ്മെല് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞ് ആസ്വദിച്ച് ചെയ്യുന്നതാണല്ലോ. അപ്പൊ നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കൈമേൽക്ക് ആ വെള്ളം വീഴുന്നത് ഫീൽ ചെയ്യുക, അതുപോലെ തന്നെ ആ പാത്രങ്ങളുടെ സൗണ്ട് അത് ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ നമ്മളുടെ സ്ക്രബ് നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോൾ ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അങ്ങനെ ഫീലിംഗ്. അങ്ങനെ എന്താണ് നമ്മൾ ആ കാര്യം ചെയ്യുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തകളെ നമ്മൾ കുറച്ചിട്ട് നമ്മൾ ആ പോഷൻ പാത്രങ്ങൾ കഴുകണ മാത്രം ശ്രദ്ധിക്കുക. അവിടെ ചിന്തകളൊക്കെ വരും, എന്തായാലും കുറച്ച് ചിന്തകളൊക്കെ വരും. നമ്മൾ തുടക്കത്തിൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും, അതെല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ നമ്മൾക്ക് പിന്നെ നമ്മുടെ ചിന്തകളെ കുറയ്ക്കാൻ പറ്റും. നമ്മൾക്ക് ആ ചെയ്യുന്ന കാര്യത്തിൽ പ്രസന്റ് മൊമെന്റിൽ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമ്മ അങ്ങനെ ചെയ്യുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പാത്രം കഴുകാനുണ്ടായാലും അതൊരു വലിയ ജോലിയായിട്ട് തോന്നണില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കണേ കുറെ കഴുകാനുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇത് ചെയ്തിട്ട് അത് ചെയ്യണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ മനസ്സാന്നിധ്യത്തോടെ നമ്മൾ ചെയ്യണം. അതിനൊന്നും അപ്പൊ നിങ്ങൾക്ക് തോന്നി പാത്രങ്ങൾ എന്താ ഇത്ര വലിയ ആസ്വദിച്ച് ചെയ്യാനുള്ളതെന്ന് തോന്നും. പക്ഷെ അത് നമ്മളത് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്കറിയാം നമ്മുടെ ചിന്തകൾ നോക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഭയങ്കര കാമും. അപ്പൊ ആ ഒരു സംഭവത്തിൽ നമുക്കൊരു റിലാക്സ്ഡ് ആയിട്ട് നമുക്കൊരു ഇഷ്ടത്തോടു കൂടി നമുക്ക് ആ ചെയ്യുന്ന ജോലി നമുക്ക് ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ ഞാൻ ആദ്യ തുടക്കത്തിലൊക്കെ ചെയ്തൊരു പ്രാക്ടീസാണ് മൈൻഡ്ഫുൾ ആയിട്ട് ചായ കുടിക്കുമ്പോൾ, രാവിലെ തന്നെ ചായ കുടിക്കുമ്പോൾ മൈൻഡ്ഫുൾ ആയിട്ട്, അതായത് ആ ചായയുടെ ടേസ്റ്റ്, സ്മെല്ല്, ചായ എന്ന് പറയുമ്പോൾ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും അത് ആ ഒരു ചൂടൊക്കെ ആസ്വദിച്ച് അനുഭവിച്ച് കുടിക്കുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചായ കുടിച്ച് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു ഫീലാണ്. അങ്ങനെ ഒരിത് അങ്ങനെ പിന്നെ എനിക്കുണ്ടായ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്. അത് കഴിഞ്ഞ് ചിലപ്പോൾ ആഴ്ചയിലൊക്കെ 3-4 ദിവസത്തില്ല ഒരുപാട് മെഡിസിൻ ഞാൻ കാണിച്ചിരുന്നു, ഹോമിയോ കാണിച്ചിരുന്നു, അലോപ്പതി കാണിച്ചിട്ട് കഴിച്ചിരുന്നു. 6 മാസം കഴിയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മരുന്നൊക്കെ കഴിക്കും. അത് കഴിയുമ്പോൾ പിന്നെ അതൊക്കെ നിർത്തി കഴിയുമ്പോൾ വീണ്ടും അതായിരുന്നു അവസ്ഥ. അപ്പൊ എനിക്ക് പക്ഷെ ഞാൻ കുറച്ച് ഓവർ തിങ്കിങ് ആളായിരുന്നു, ആവശ്യമില്ലാത്ത ചിന്തകൾ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന ആളായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു മൈഗ്രെയിൻ ഇങ്ങനെ മാറാണ്ട് എനിക്ക് മനസ്സിലായി. പ്രാക്ടീസുകളൊക്കെ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് മൈഗ്രെയിൻ ഉണ്ട്. ആരും പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രമാണ് കുറെ മെഡിസിൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ചിന്തകൾ എന്റെ ആവശ്യമില്ലാത്ത ചിന്തകൾ കുറച്ചിട്ട് ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചും കൂടെ മൈൻഡ്ഫുൾ ആയിട്ട് ഇതൊരു ചെറിയ കാര്യമല്ല. ഇപ്പൊ നമ്മുടെ വീട്ടിൽ അടിച്ചു വരണ കാര്യം, എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോ ചിന്തകൾ കുറഞ്ഞപ്പോ തന്നെ എനിക്ക് മൈഗ്രെയിൻ ഭയങ്കര എനിക്ക് തീരെ മൈഗ്രെയിൻ വരാറിയാന്ന് പറയുന്നത് വല്ലപ്പോഴൊക്കെ അങ്ങനെ വരാറുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ആഴ്ചയിൽ 3-4 ദിവസത്തെ അങ്ങനെ മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ മൈൻഡ്ഫുൾനെസിന്റെ പ്രാക്ടീസുകൾ ചെയ്തപ്പോൾ, ഓവർ തിങ്കിങ് കുറഞ്ഞത്. അതുപോലെ നമ്മൾ കുഞ്ഞു കാര്യങ്ങളിൽ നമുക്ക് മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാനായിട്ട് നോക്കാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ആ പേസ്റ്റിന്റെ ആ ഒരു ടേസ്റ്റ് ജസ്റ്റ് അത് ഫീൽ ചെയ്യുക. ചിന്തകൾ കുറയ്ക്കാന്നുള്ളതാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അതിന്റെ സ്മെല്ല്, പിന്നെ നമ്മൾ ഫേസ് കഴുകുമ്പോൾ നമ്മളുടെ മുഖത്ത് ആ വെള്ളം വീഴുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഫീലിംഗ്, അതുപോലെ കുളിക്കുന്ന സമയത്തായാലും മൈൻഡ്ഫുൾ ബാത്തിങ്, മുടി ഇരുമ്പോൾ നമ്മൾ ഹെയർ കോംബ് ചെയ്യുമ്പോൾ നമ്മളായ കോംബ് പിടിക്കുമ്പോൾ ടച്ച് ചെയ്യുമ്പോഴുണ്ടാവും നമ്മുടെ ഫീലിംഗ്, തലയിൽ വെക്കുമ്പോഴുണ്ടാവുന്ന ഫീലിംഗ്, അങ്ങനെ നമുക്ക് ഉണ്ടാവുന്ന പ്രസന്റ് മൊമെന്റിൽ ഉണ്ടാവുന്ന സെൻസേഷൻസിനെ നമ്മൾ അറിയാം, നമ്മുടെ ചിന്തകളെ നമ്മൾ അറിയാം, ചെയ്യുന്ന കാര്യത്തിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യാം. ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ചെയ്യാം. ഇപ്പൊ ഫുഡ് കഴിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സാധാരണ നമ്മൾ ഫുഡ് കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചിന്തിച്ചിട്ടായിരിക്കും ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയുന്നത്. ഫുഡ് കഴിക്കുമ്പോൾ അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഫുഡ് കഴിക്കാനോ നമ്മുടെ മനസ്സ് വേഗം അറിയും. ഫുഡായിട്ട് നമ്മുടെ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആ ഫുഡ് കഴിക്കുമ്പോൾ ആ ഫുഡ് ഇങ്ങനെ ചവച്ചരയ്ക്കുമ്പോൾ അതിന്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ അറിഞ്ഞ് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ഒരുപാട് നിറയും. അപ്പൊ നമുക്ക് വാരി വലിച്ചൊന്നും കഴിക്കാനും തോന്നും അങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ. അതുപോലെ തന്നെ ആരെങ്കിലോട് നമ്മൾ ചിരിക്കണമെങ്കിൽ അവർ ചിരിക്കുമ്പോൾ
അവരുടെ ആ ഒരു ചിരി അത് നമ്മൾ ഫീൽ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ രാവിലെ തന്നെ ഇറങ്ങിയിട്ട് പുറത്തെ കിളികളുടെ ആ സൗണ്ട് അത് ആസ്വദിക്കുക. അങ്ങനെ നമ്മളുടെ തന്നതിനായിട്ട് നമ്മൾ തന്നെ നമുക്ക് നമ്മുടെ ചിന്തകളെ മൈൻഡിനെ റിലാക്സ് ആയിട്ട് വെക്കാം. രാവിലത്തെ കിളികളുടെ സൗണ്ട് അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ചിന്തകൾ കുറച്ചിട്ട്. അതുപോലെ പാട്ട് കേൾക്കുമ്പോൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ടില് ആസ്വദിച്ച് കേൾക്കുക. സംസാരിക്കുമ്പോൾ നമ്മൾ അതിൽ നന്നായിട്ട് ശ്രദ്ധിക്കും. മറ്റുള്ളവരുടെ സംസാരം കേൾക്കുമ്പോൾ നന്നായിട്ട് ലിസൺ ചെയ്യുക. ചിന്തകളെ കുറച്ചിട്ട് നമ്മൾ അവര് പറയുന്ന കാര്യം നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. അതുപോലെ നമ്മളൊരു ബുക്ക് വായിക്കുമ്പോഴാവട്ടെ, എക്സസൈസ് ചെയ്യുമ്പോഴാവട്ടെ, നമ്മുടെ കുട്ടികളുടെ കൂടെ സംസാരിക്കുമ്പോഴാവട്ടെ, നമ്മുടെ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും തിരക്കിലായിരിക്കുമല്ലോ. അപ്പൊ അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുക. അങ്ങനെ കാര്യങ്ങൾ നമ്മൾ മൈൻഡ്ഫുൾനെസ് ആയിട്ട് ചെയ്യാൻ കുറച്ച് എല്ലാ കാര്യങ്ങളും മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാൻ നമുക്ക് തുടക്കത്തിലൊന്നും പറ്റൂല. കുഞ്ഞു കുഞ്ഞു ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് കൊണ്ടുവന്ന് നമ്മുടെ ചിന്തകൾ കുറയ്ക്കുമ്പോൾ തന്നെ ഒരു 2 ആഴ്ച നിങ്ങൾ ഈ പ്രാക്ടീസുകൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു റിസൾട്ട് മെന്റലി നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഈ പ്രസന്റിൽ നടന്നിട്ടുള്ള, അതായത് പാസ്റ്റിൽ നടന്നിട്ടുള്ള, കഴിഞ്ഞ കാലത്ത് നടന്നിട്ടുള്ള സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലേ നമുക്ക് സന്തോഷം തോന്നാന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. നമ്മള് പ്രസന്റിൽ നമ്മൾ എന്താണോ ഒരു അത്ര നമ്മൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളായാലും അതിനെ നമ്മൾ ആസ്വദിച്ച് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ ആ ഒരു ശരിക്കുള്ള ബ്യൂട്ടി അറിയാൻ പറ്റുന്നതാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ ഇന്നത്തെ ഈ ഒരു തിരക്ക് പിടിച്ച ലോകത്തെന്ന് പറയുന്നത് നമുക്ക് എന്ത് കാര്യം വേഗം ചെയ്യണം, വേഗം തീർക്കണം, വേഗം എത്തണം എന്നുള്ള ഒരു ഇതാണല്ലോ എല്ലാവർക്കും. എന്ത് കാര്യങ്ങളായാലും അപ്പൊ നിങ്ങൾക്ക് തോന്നും എങ്ങനെ ഈ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാനായിട്ട് നമുക്ക് ടൈം ഉണ്ടാവും എന്ന് നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ ഈ മൈൻഡ്ഫുൾനെസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ടൈം അങ്ങനെ താനേ വരുന്നുള്ളതാണ്. അതായത് ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുമ്പത്തേക്കാളും ടൈം ഉള്ളതായിട്ട് തോന്നും. ടൈം മാനേജ്മെന്റും തമ്മിൽ വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പൊ അതൊക്കെ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ പിന്നെ കാര്യങ്ങൾ ചെയ്യും. ഇനി കുറച്ച് പ്രാക്ടീസുകൾ പറയാം. മൈൻഡ്ഫുൾനെസ് നമ്മളെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ടുള്ള കുറച്ച് പ്രാക്ടീസുകൾ, ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സുകൾ പറയാം. ഒന്നാമത്തെ കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രധാനമായിട്ടുള്ള ടിപ്സുകളാണ് കേട്ടത്. അതായത് നമ്മുടെ തോട്ടുകളെ കുറിച്ച് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ചിന്തിക്കണമല്ലോ, ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ചിന്തകൾ എങ്ങനെയുണ്ട്, ചിന്തകളുടെ മേലെ നമുക്ക് കണ്ടുപോകും. അപ്പൊ നമ്മുടെ ചിന്തകൾ അവെയറായിട്ടിരിക്കും. നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചിന്തകളെ കുറിച്ച്, നമ്മുടെ ഇമോഷൻസിനെ കുറിച്ച്, പിന്നെ ഈഗോസ് ഉണ്ടാവും നമുക്ക്. അതൊക്കെ നമ്മുടെ ബോധപൂർവ്വം നമ്മൾ അതിൽ അവെയറായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഒരു 2 ആഴ്ച ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് ഇമ്പ്രൂവ് ആയിട്ട് വരും. നമ്മുടെ ചിന്തകളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സ്ലോ ഡൗൺ ആയിട്ട് ചെയ്യും. സ്ലോ ഡൗൺ ആയിട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ ചെയ്യാന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ കുറച്ചും കൂടെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്ന് ഫോക്കസ് ചെയ്ത് ശ്രദ്ധിച്ച് ചെയ്യാം. ആ കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ കുറയും. അതാണ് സ്ലോ ഡൗൺ ആയിട്ട് ചെയ്യാൻ. അങ്ങനെ നമുക്ക് മൈൻഡ്ഫുൾ ആവാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വേറെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള മൈൻഡ്ഫുൾനെസിന്റെ ഒരു എക്സസൈസ് ആണ് ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അത് മെഡിറ്റേഷൻ ചെയ്യുന്നവരുണ്ടാവില്ലേ ഇവിടെ? മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നവരില്ലേ? അത് ചെയ്യുന്നുണ്ടോ? ബ്രീത്തിങ്ങിൽ ശ്രദ്ധിച്ചുകൊണ്ടുള്ള പ്രാക്ടീസുകൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ? ശ്വാസത്തില് ശ്രദ്ധിച്ചുകൊണ്ടുള്ള യെസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് മുംതാസ് മാം പറഞ്ഞിട്ട് ചെയ്യാറുണ്ടെന്ന്. അത് നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെങ്കിൽ, അത് നമ്മളുടെ ഒരു റുട്ടീൻ പോലെ നമ്മൾ ഈ ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഈ മൈൻഡ്ഫുൾനെസ് നമ്മുടെ ഡെയിലി ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും. ആ പ്രാക്ടീസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് രാവിലെ ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത്. രാവിലെ നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ നിസ്കാരവും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചു നേരം, ഒരു മാക്സിമം ഒരു 5 മിനിറ്റ് ഒക്കെ, 2 or 5 മിനിറ്റ് ഒക്കെ തുടക്കക്കാർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ടൈം ഇങ്ങനെ കൂട്ടി കൊണ്ടുവന്ന് 15 മിനിറ്റ് ഒക്കെ നമുക്ക് ഈ മൈൻഡ്ഫുൾനെസിന്റെ ഈ ഒരു എക്സസൈസ്, ബ്രീത്തിങ് എക്സസൈസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പ്രാവശ്യം നമ്മൾ ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ഫസ്റ്റ് തന്നെ ഡീപ്പ് ബ്രീത്ത് എന്ന് പറയുന്നത് ശ്വാസം ഫുള്ള് നമ്മൾ ഉള്ളിലേക്ക് എടുക്കണതിനാണ് ഡീപ്പ് ബ്രീത്ത് എന്ന് പറയുന്നത്. ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് മൊത്തം ശ്വാസം ഉള്ളിലേക്ക് വലിച്ചിട്ട് കുറച്ചു നേരം ഒന്ന് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് പിന്നെ ആ ശ്വാസത്തിന് ഫുള്ള് പുറത്ത് പോകും. അങ്ങനെ 3 times ആദ്യം തന്നെ ചെയ്യും. ഈ ഡീപ്പ് ബ്രീത്ത് എടുക്കുന്നതുകൊണ്ട് ഭയങ്കര ഗുണങ്ങളാണ്, സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ളതാണ്. ഈ ഡീപ്പ് ബ്രീത്ത് എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ
ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതായത് ഇപ്പൊ നമുക്ക് കുറച്ച് സ്ട്രെസ് ആയിട്ടിരിക്കുന്ന ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് ഇങ്ങനെ പേടിയോ ടെൻഷനോ, ഇപ്പൊ ക്ലാസ് എടുക്കുന്നവർക്കായാലും ഞാൻ ആദ്യം ഇത് ചെയ്യാറുണ്ട്. ക്ലാസ് എടുക്കുന്നതിനേക്കാളും മുമ്പ് നമുക്കൊരു ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഒരു പേടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ തുടക്കത്തിലൊക്കെ അപ്പൊ എന്താണ് ഈ ഡീപ് ബ്രീത്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കുറച്ചും കൂടെ നമ്മുടെ മൈൻഡിനെ റിലാക്സ്ഡ് ആക്കി വെക്കാൻ പറ്റും. അതിന്റെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡീപ് ബ്രീത്ത് എടുക്കുന്ന സമയത്ത് ഒരുപാട് ബ്രെയിനിലേക്കും നമ്മുടെ ശരീരത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കും ഒരുപാട് ഓക്സിജൻ പെട്ടെന്ന് ചെല്ലും. അപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കും. അതേപോലെ തന്നെ അതിന്റെ ആ ഒരു അതിന് പിന്നെയുള്ള ഒരു സയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡീപ് ബ്രീത്ത് എടുക്കുന്ന സമയത്ത് നമ്മുടെ ശ്വാസകോശത്തിനായിട്ട് പെട്ടുകിടക്കുന്ന ഒരു ഭാഗമുണ്ട്, ഡയഫ്രം എന്ന് പറയുന്നത്. ഈ ഡയഫ്രം എന്ത് ചെയ്യും, താഴത്തേക്ക് ഇങ്ങനെ വികസിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ താഴത്തേക്ക് വികസിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഒരു ബയോളജിയിലൊക്കെ നമ്മൾ പഠിക്കാനുണ്ടായിട്ട് പാരാസിമ്പത്തിക് വ്യവസ്ഥ എന്നുണ്ട്, പാരാസിമ്പത്തിക് സിസ്റ്റം എന്നൊരു സംഭവമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഭയങ്കര ടെൻഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ വേറെ അങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരുന്നത് ഈ പാരാസിമ്പത്തിക് വ്യവസ്ഥയാണ്. അത് ആക്റ്റീവ് ആവുമെന്നാണ് പറയുന്നത് ഈ ഡീപ് ബ്രീത്ത് എടുക്കുന്ന സമയത്ത്. അപ്പൊ നമ്മുടെ കോർട്ടിസോൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രെസ് ഹോർമോൺ, സ്ട്രെസ്സിനെ കൂട്ടുന്ന ഒരു ഹോർമോൺ, അത് നമ്മളുടെ കുറയും. അങ്ങനെ നമ്മൾ ഈ ഡീപ് ബ്രീത്ത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് അപ്പൊ റിലാക്സ് ആവുന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾക്കറിയാം, നമ്മൾ പണ്ടുള്ള ആൾക്കാരും നമ്മളും ഇപ്പൊ ചെയ്യാറുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും വിഷമുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം പിന്നെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മൾ നെടുവീർപ്പിടാന്നൊക്കെ പറയുമല്ലേ, ഒന്നൊരു ശ്വാസം ഇങ്ങനെ ഉള്ളിൽ ഡീപ്പായിട്ടൊന്നും എടുക്കും അല്ലെ. അപ്പൊ അതിന് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അത് നമ്മളൊരു പ്രാക്ടീസ് പോലെ, അതായത് നമ്മളുടെ ബ്രീത്തിങ് എക്സസൈസിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്യും 3 പ്രാവശ്യം നമ്മൾ ഡീപ് ബ്രീത്ത് എടുക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ ചിന്തകളൊക്കെ ആയിട്ട് നിൽക്കണമെങ്കിൽ നമ്മുടെ മൈൻഡിൽ കൊണ്ടുവരാൻ നല്ല സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കും. 3 പ്രാവശ്യം ഡീപ് ബ്രീത്ത് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്വാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കും. ശ്വാസത്തിൽ ശ്രദ്ധിക്കുക, നമ്മുടെ ശ്വാസം ഇങ്ങനെ ഉള്ളിലേക്ക് പോകണം. ശ്വാസം എന്ന് പറയുന്നത്, ശ്വാസം എടുക്കില്ലെന്ന് പറയുന്നത് ശരിക്കും നാച്ചുറൽ ആയിട്ട് എടുക്കുന്ന കാര്യമാണല്ലേ. നമ്മളത് മനഃപൂർവ്വം എടുക്കണമെന്നല്ല. അപ്പൊ നമ്മൾ മനഃപൂർവ്വം അതിന് വേണ്ടി ശ്വാസം എടുക്കണ്ട. നാച്ചുറൽ ആയിട്ട് എങ്ങനെയാണ് ശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് പോകണത് ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. അതായത് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞ സംഭവം ഒരു കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ഒരേ കാര്യത്തിൽ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു സംഭവമാണല്ലോ. അപ്പൊ നമ്മളുടെ ചിന്തകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ ബോഡി സെൻസേഷൻസ്, കണ്ണ്, കാഴ്ച, കേൾവി അതൊക്കെ അറിഞ്ഞൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് കൂട്ടണം. അപ്പൊ അതിനുള്ള ഒരു പ്രാക്ടീസാണ് ഈ ബ്രീത്തിങ് എക്സസൈസ്. അപ്പൊ 3 പ്രാവശ്യം ഡീപ് ബ്രീത്ത് എടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ശ്വാസം ഉള്ളിലേക്ക് പോകണത് ശ്രദ്ധിക്കും. ശ്വാസം ഇങ്ങനെ ഉള്ളിലേക്ക് പോകും. അപ്പൊ ആ ശ്വാസത്തിന്റെ ആ ഒരു പോകണ ഇത്, അതിന്റെ ആ ഒരു താളം, അത് കഴിഞ്ഞിട്ട് നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശ്വാസം പുറത്തേക്ക് പോകണ ഒരു ഇത്, അതിന് മാത്രം ശ്രദ്ധിക്കുക. ചിന്തകൾ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തായാലും ചിന്തകൾ വരും. ചിന്തകൾ വരുമ്പോൾ എന്താ, ചിലപ്പോൾ ചിന്തകൾ ഇങ്ങനെ കാട് കയറിയൊക്കെ ഇങ്ങനെ പോകും. നമ്മുടെ അറിയാതെ നമ്മുടെ ശ്വാസത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്താണ് ചിന്തകളിലേക്ക് നമ്മൾ പോകും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ശ്വാസത്തിൽ തന്നെ ശ്വാസത്തിലേക്ക് വരും. അപ്പൊ അതിന് തന്നെയാണ് ഒരു മൈൻഡ്ഫുൾനെസ് തന്നെയാണ്. നമുക്ക് അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാവണത്, നമ്മളിപ്പോ ബ്രീത്തിങ് ചെയ്തോണ്ടിരിക്കല്ലേ എന്നൊരു തിരിച്ചറിവ് ഉണ്ടാവുന്നതും മൈൻഡ്ഫുൾനെസ് തന്നെയാണ്. അപ്പൊ നമ്മൾ അത് തിരിച്ച് വീണ്ടും ബ്രീത്തിങ്ങിൽ ശ്രദ്ധിക്കുക. അങ്ങനെ വീണ്ടും ചിലപ്പോൾ ചിന്തകൾ വീണ്ടും വന്നിരിക്കും. അപ്പൊ ചിന്തകൾ വരുമ്പോ ചിലര് ഞങ്ങൾ പ്രാക്ടീസുകളൊക്കെ ചെയ്തിട്ടുണ്ടപ്പോ ചിലർ പറയാം എനിക്ക് ചെയ്തിട്ട് ശരിയാവണില്ല എന്ന് പറഞ്ഞിട്ട് അവര്. പക്ഷെ അത് തുടക്കത്തിലൊക്കെ നമുക്ക് അത് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നും. നമുക്ക് ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ പിന്നെ നമ്മൾ അത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് അത് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രാക്ടീസ് നമുക്ക് ചിന്തകളെ കുറയ്ക്കാനായിട്ടുള്ള ഈ ഒരു ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രാക്ടീസ് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, തുടക്കത്തിൽ ഒരു മാക്സിമം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ കൂട്ടി ഓരോ ദിവസം കൊണ്ടുവന്ന ഒരു 15 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുക. അപ്പൊ നമ്മൾ കണ്ണടിച്ചിരിക്കണം ഇത് ചെയ്യുമ്പോൾ. അതായത് കണ്ണടിച്ചുകൊണ്ട്, കാരണം കണ്ണടിക്കാന്ന് കണ്ണ് കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മുടെ ചിന്തകൾ അധികം. അപ്പൊ തുടക്കക്കാർക്ക് നല്ല പ്രാക്ടീസ് ആയിരിക്കും മാത്രം കണ്ണ് തുറന്നിരുന്നൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ കണ്ണടിച്ചിട്ട് ആദ്യം തന്നെ 3 പ്രാവശ്യം ഡീപ് ബ്രീത്ത് എടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ശ്വാസം ഇങ്ങനെ ഉള്ളിലേക്ക് പോകണത്തിന് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ശ്വാസം പുറത്തേക്ക് പോകണത് ശ്രദ്ധിക്കുക. അങ്ങനെ അതിങ്ങനെ ഇരിക്കുക. ചിന്തകൾ വരുമ്പോ കുഴപ്പമില്ല, ചിന്തകൾ വന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തിരിച്ചറിയുമ്പോൾ നമ്മൾ വീണ്ടും ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ദിവസം ചെയ്യുമ്പോൾ നമുക്കത് ഇമ്പ്രൂവ് ആയിട്ട് വരും. അപ്പൊ ഈ പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾക്ക് കൂടുതൽ ഫോക്കസും കോൺസെൻട്രേഷനും മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്കില്ലും ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലാവട്ടെ നമ്മളുടെ മൈൻഡ്ഫുൾനെസ് നമ്മൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളതാണ്.
ഇപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഫോട്ടോ എടുക്കേണ്ട തിരക്കിലായിരിക്കും, അല്ലെ ഫ്യൂച്ചർ മെമ്മറീസ് സേവ് ചെയ്യേണ്ട ഒരു തിരക്കിലായിരിക്കും. നമ്മൾ അവരുടെ ആ നിമിഷത്തെ സന്തോഷം നമ്മൾ അറിയണില്ല. അവരാ ഒരു കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അവരുടെ ആ ഒരു സന്തോഷം അതൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. നമ്മൾ ആ നിമിഷത്തിനെ ആസ്വദിക്കാണ്ട് ഫോട്ടോ ഒക്കെ എടുക്കണം ഫ്യൂച്ചർ മെമ്മറിക്ക് വേണ്ടി. പക്ഷെ നമ്മൾ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കൂല, അല്ലെ? നമ്മൾ ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുക്കേണ്ട ആ ഒരു തിരക്കിലായിരിക്കും. അപ്പൊ നമ്മൾ കൂടുതൽ എന്താണ് കാര്യങ്ങളിൽ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാനായിട്ട് നോക്കാന്നുള്ളതാണ്. അപ്പൊ ഈ ബ്രീത്തിങ് എക്സസൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ മൈൻഡ്ഫുൾനെസ് പതുക്കെ കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോ 2 കാര്യങ്ങളാണ് ഇപ്പൊ പ്രധാനം. സോറി, 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, നമ്മുടെ ചിന്തകളെ കുറിച്ച് നമ്മളൊന്ന് ബോധപൂർവ്വം അവെയർ ആയിട്ടിരിക്കുക. ചിന്തകളെ കുറിച്ചും ഇമോഷൻസിനെ കുറിച്ചും ഈഗോസിനെ കുറിച്ചൊക്കെ നമ്മളൊന്ന് അവെയർ ആയിട്ടിരിക്കുക. അങ്ങനെ അത് ആവശ്യമില്ലാത്ത ചിന്തകളാണെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് അങ്ങോട്ട് കളയാൻ നല്ല ചിന്തകൾ ചിന്തിക്കാൻ നോക്കുക. അതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, കുഞ്ഞു കാര്യങ്ങൾ, ഇപ്പൊ നമ്മുടെ വീട്ടുകാര്യം ചെയ്യുന്ന ജോലി സ്ഥലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണതൊക്കെ എന്താണ് ഒന്ന് പതുക്കനെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ഒരു ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ വേറെ 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിജിറ്റൽ ഡീറ്റോക്സ് ആണ്. അതായത് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് ഒരുപാട് ന്യൂസുകൾ അതുപോലെ റീൽസുകളൊക്കെ നമ്മൾ കാണുന്നില്ലേ. അപ്പൊ ഡിജിറ്റൽ ഡീറ്റോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വെക്കാവുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിലേക്ക് ഇങ്ങനെ ഫീഡ് ചെയ്യാണ്ടിരിക്കുക. ആവശ്യത്തിന് മാത്രമേ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറേ കോൺസെൻട്രേഷനും ഫോക്കസും കാര്യങ്ങളൊക്കെ ആ റീൽസിലോ അല്ലെങ്കിൽ റീൽസ് എന്നൊക്കെ പറയണത് എന്താണ് കുറെ എല്ലാം വെറുതെ കാട്ടിക്കൂട്ടലുകൾ മാത്രമാണല്ലേ. അതിലേക്ക് നമ്മുടെ ചിന്തകൾ പോകും. അപ്പൊ ഒരുപാട് അതുപോലെ ഇപ്പൊ ന്യൂസ് ആയാലും ഒരുപാട് എന്തെങ്കിലും ന്യൂസ് ഒക്കെ ഉണ്ട കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയാന്നല്ലാണ്ട് ഒരുപാട് അതിൽ നമ്മുടെ ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്യാണ്ടിരിക്കുക. അതുപോലെ ട്രൈ ടു അവോയ്ഡ് മൾട്ടി ടാസ്കിങ്, അതായത് ഒന്നിലധികം കാര്യങ്ങൾ പരമാവധി ഒരുമിച്ച് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് മൾട്ടി ടാസ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണല്ലോ, ഒരു സമയത്ത് തന്നെ ഒരുപാട് ചിലപ്പോൾ നമ്മൾക്ക് അങ്ങനെ സിറ്റുവേഷൻസ് വേണ്ടി വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾക്ക് രാവിലെ മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുക. കിച്ചണിലെ കാര്യങ്ങൾ, അവരുടെ ലഞ്ച് ബോക്സ് ഒക്കെ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മൾട്ടി ടാസ്കിങ് ചെയ്യേണ്ടി വരും. എന്നാലും നമ്മൾക്ക് പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, മൾട്ടി ടാസ്കിങ് ആക്കാണ്ടിരിക്കുക. ഒന്നിലധികം കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാണ്ടിരിക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു മൈൻഡ്ഫുൾനെസ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതായത് നമ്മളെപ്പോഴും ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് കേട്ടിട്ടില്ലേ? നമ്മളെപ്പോഴും അങ്ങനെ ഒരു മനോഭാവത്തിൽ ഇരിക്കും. എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിട്ട് നന്ദിയുള്ളവരായിട്ടിരിക്കുക. കാരണം നമ്മൾക്ക് എന്തായാലും ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, അല്ലെ? മറ്റുള്ള ഈ ലോകത്ത് ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് കിട്ടാത്ത ഒരുപാട് ആൾക്കാർക്ക് കിട്ടാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കുണ്ട്. അപ്പൊ നമുക്ക് നമ്മളുടെ ഉള്ളതിൽ നമ്മൾ എന്ത് ചെയ്യാം, ഉള്ള കാര്യങ്ങൾക്ക് നമ്മൾക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്, കിടന്നുറങ്ങാൻ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ ഒരു വീടുണ്ട്, അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഉള്ളതിൽ എപ്പോഴും നന്ദി. അതുകൊണ്ട് ഒരുപാട് ഗുണം, അതൊരു വലിയൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് പറയണമെങ്കിൽ നമുക്ക് നമ്മളുടെ എല്ലാ മതത്തിലും അതിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ നന്ദിയുള്ളവരായിരിക്കാം, നമ്മുടെ ഖുറാനിലായാലും വേറെ വേദങ്ങളിലും പറയുന്നുണ്ട്. കാരണം വെച്ചാൽ അതാണ് വലിയ പ്രധാന കാര്യമായിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾക്കുള്ളതിൽ നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ കുറയും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രസന്റ് മൊമെന്റിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഒരുപാട് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളതാണ്. ഇതൊക്കെയാണ്. അപ്പൊ ഈ ചിന്തകളുടെ എണ്ണം കുറച്ച് കൊണ്ടുവന്ന് നമുക്ക് ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങളെ ആസ്വദിച്ച് അറിഞ്ഞ് ചെയ്യാന്നുള്ളതാണ് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് കുഞ്ഞു കാര്യങ്ങളിൽ നമുക്ക് ഹാപ്പിനെസ് കൊണ്ടുവരാനായിട്ട് പറ്റും. പിന്നെ മൈൻഡ്ഫുൾനെസ്സിനായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് സ്റ്റഡീസ് ഒക്കെ നടത്തിയപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു സംഭവമുണ്ട്, ഹാഫ് സ്മൈൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു ഹാഫ് സ്മൈൽ ഫീലിങ്ങോട് കൂടി ഇരിക്കുന്നത് നമ്മളുടെ ബ്രെയിനിനും മറ്റും ഭയങ്കര നല്ലതാണ്. അതായത് സ്മൈലിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് അറിയാലോ. നമ്മൾ ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട്, അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ഈ ഹാഫ് സ്മൈൽ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒരു ഹാഫ് സ്മൈൽ പോലെ ഇരിക്കാന്നുള്ളതാണ്. അതായത് ഹാഫ് സ്മൈലിന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെറുതായിട്ട് നമ്മുടെ ഈ ലിപ്പിന്റെ രണ്ടെൻഡും ഒരു ചെറുതായിട്ട് ലിഫ്റ്റ് ചെയ്യുക. ആ ഒരു ഭാവത്തിൽ നമ്മളുടെ ആ ഒരു ഹാപ്പിനെസ് ഹോർമോൺ റിലീസ് ആവുമെന്ന് പറയുന്നത് കുറച്ചും കൂടെ ചിന്തകൾ കുറച്ചും കൂടെ മൈൻഡ്ഫുൾനെസ്സും പ്രാക്ടീസുകളൊക്കെ ചെയ്യാനായിട്ട് എളുപ്പമാണെന്നാണ് പറയുന്നത്. നമ്മൾ ആ ഒരു ഇതിൽ ഇരിക്കാന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് പ്രാക്ടീസ്
എക്സസൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കില്ല് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ എന്താ സംഭവം പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് തിങ്കിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ് എന്നാണ്. അതായത് ചിന്തകൾ, ഒരുപാട് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ കുറച്ചിട്ട് നമ്മൾ പ്രസന്റ് മൊമെന്റിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ, അതായത് നമ്മൾ സ്റ്റാർട്ട് ലിവിങ് എന്നാണ്, ജീവിക്കാൻ തുടങ്ങാന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ജാസ്മിൻ മാം, ടൈം ആയിട്ടുണ്ടോ? ടൈം ഏകദേശം ആയിട്ടുണ്ട്. ആ എല്ലാം പറഞ്ഞല്ലോ, പോയിന്റ് എല്ലാം പറഞ്ഞല്ലോ. ഞാൻ വിചാരിച്ചിരുന്നു ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ക്ലാസ്സൊക്കെ ഉണ്ട്. പിന്നീട് ഒരു ദിവസം വരെ ക്ലാസ്സിലാവാം. ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റിയൊക്കെ കുറെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഓരോന്നും നമുക്ക് എടുത്ത് പറയണമെങ്കിൽ നമുക്ക് 2-3 സെക്ഷൻ ഇങ്ങനെ എടുക്കേണ്ടി വരും. അപ്പൊ ഓവറോൾ എല്ലാ പോയിന്റും മാം കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് വെറുതെ നമ്മൾ കേട്ട് പോയതുകൊണ്ട് കാര്യമില്ല, നമ്മൾ ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുക. ഈ ബ്രീത്തിങ് എക്സർസൈസ് ഭയങ്കര അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് കൊണ്ടുതരുന്ന സാധനങ്ങളാണ്. പിന്നെ നമ്മൾ സ്ത്രീകൾക്ക് മൾട്ടി ടാസ്കിങ് ഒഴിവാക്കുക എന്ന് പറയുന്നത് നമുക്ക് അത് മാത്രം നടക്കില്ല, ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാം. നമുക്ക് എന്തായാലും രാവിലത്തെ ടൈമിൽ രാവിലത്തെ നമുക്ക് മൾട്ടി ടാസ്കിങ് എന്തായാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എന്നാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടാനും എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാനൊക്കെ നമ്മൾ അത് ശ്രദ്ധിക്കാന്നുള്ളതാണ്. ഒരു കാര്യത്തിൽ ശരിക്കും ഈ മൈൻഡ്ഫുൾനെസ് എന്ന് വെച്ചാൽ സംഭവം അതാണ്, ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാണ് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അതെ, ഏകദേശം എല്ലാ പോയിന്റുകളും കവർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെ നമുക്ക് ഇത് മൈൻഡ്ഫുൾനെസ് ഉണ്ടാക്കിയെടുക്കാന്നുള്ളതിന്റെ ആ പോയിന്റുകളൊക്കെ നല്ല ഇതായിട്ട് പറഞ്ഞു. നമുക്ക് അതൊക്കെ പ്രാക്ടീസ് ചെയ്യണമല്ലോ. അവര് വെറുതെ ക്ലാസ്സുകൾ കേട്ട് പോകുന്നതിനപ്പുറത്തേക്ക് അത് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. പിന്നെ എല്ലാവരും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഉള്ള ഫീഡ്ബാക്കും പറയാം. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഇതൊക്കെ പ്രാക്ടിക്കൽ ആക്കണം, നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ. ശ്രമിക്കാം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. മൈൻഡ്ഫുൾനെസ് വളരെ നല്ലൊരു ടോപ്പിക് ആയിരുന്നു. കാരണം അത്രമാത്രം ഫീൽ ചെയ്തു. കാരണം എന്റെ എക്സ്പീരിയൻസ് ആണ്, ഞാൻ ചെയ്യാറുണ്ട്. അത് എന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. അതെ, കാരണം നമ്മളെ അനുഭവമാണല്ലോ. കാരണം ഈ മൈൻഡ്ഫുൾനെസ്, കാരണം ഞാൻ കേട്ടതല്ല കാര്യമല്ല വിചാരിച്ചിട്ട് ഞാനിത് എനിക്കൊന്നും കൂടി ഇതിനെ കുറിച്ച് പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇതിൽ കയറിയത്. കാരണം എനിക്കറിയാം ഇനി ഇത് കേൾക്കേണ്ടെന്നല്ല ഉദ്ദേശിച്ചത്. നമ്മൾ കേട്ട കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുമ്പോഴാണ് നമ്മുടെ മൈൻഡ് അത് റെഡി ആവുള്ളൂ. അപ്പൊ അത് അത്രമാത്രം ഫീൽ ചെയ്തു. കാരണം ഞാൻ ഇതിന്റെ ഇമ്പോർട്ടൻസ് എനിക്ക് അറിയാം. പക്ഷെ ഇത് ഒന്നും കൂടി നമ്മുടെ മൈൻഡിലോട്ട് വീണ്ടും കൊടുത്തപ്പം നമ്മുടെ സെൽഫ് അവയർനെസ്സിനെ കുറിച്ചും അതുപോലെ ഇമോഷണൽ ഇന്റലിജൻസ് അതൊക്കെ കൃത്യമായിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് നമ്മൾ മെഡിറ്റേഷനിൽ കൂടെയാണ്. കാരണം നമുക്ക് നെഗറ്റീവ് തോട്ട്സ് ഇല്ലാതാവും, അതുപോലെ ഡിപ്രഷൻ ഇല്ലാതായിട്ടുണ്ട്, അതുപോലെ ഹാപ്പി വരുന്നുണ്ട്, പോസിറ്റീവ് ഉണ്ട്. ഇതെല്ലാം ഇതിൽ അനുഭവിച്ചുകൊണ്ട്, കാരണം പ്രസന്റിൽ നിന്ന് നമുക്ക് ജീവിക്കാം. അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. കാരണം ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയ അനുഭവമാണ് ഞാൻ മിസ്സിനോട് പറയുന്നത്. മൈൻഡ്ഫുൾനെസ് അത്രക്കും ഇമ്പോർട്ടൻസ് ആണ്. കാരണം ഇത് ചെയ്യാത്ത ആൾക്കാർ, ഇതിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളൊരു ഹൗസ് വൈഫ് ആണെന്ന് കരുതി നമുക്ക് ഇതൊന്നും പറഞ്ഞതല്ലാന്ന് വിചാരിക്കരുത്. നമുക്ക് മാക്സിമം നമ്മൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യുക. കാരണം ഇത് മാത്രം എനിക്ക് മാറ്റിമറിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ലോകത്ത് ഞാൻ ആരാന്നുള്ളൊരു ബോധം എനിക്കുണ്ടായ പിന്നെ മറ്റുള്ളവർ എന്ത് എന്നെ കുറിച്ച് പറഞ്ഞിട്ട് എനിക്ക് കുഴപ്പമില്ല. ആ ഒരു അവയർനെസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ അതുപോലെ നമുക്ക് മൈൻഡ്ഫുൾനെസ് അത് മാത്രം മാറ്റിമറിക്കും എല്ലാവർക്കും. കാരണം മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതി ഒരിക്കലും നമ്മൾ പിന്നോട്ടടിക്കാനുള്ള ശക്തി നമുക്ക് കിട്ടൂല. ശരിക്കും നമ്മൾ മൈൻഡ്ഫുൾനെസ്സിലൂടെ സ്ഥിരമായിട്ട് ഒരു 6 മാസമൊക്കെ ആയി സ്ഥിരമായിട്ട് ഞാൻ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡും അതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. സാറ് മിസ് പറഞ്ഞാണ്, അപ്പൊ നമ്മളത് കേട്ടാ പോരാ, പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിന് മാത്രം റിസൾട്ട് കിട്ടും. കാരണം ഇന്ന് നമുക്ക് സെർച്ച് ചെയ്ത് കിട്ടാത്ത ഒരു അവസ്ഥയില്ലല്ലോ, നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ എല്ലാ കാര്യം. താങ്ക് യു മിസ്. താങ്ക് യു ഹസീന മാം, താങ്ക് യു മുന്താസ് മാം. മുന്താസ് മാം ഒരു സെൽഫ് മോട്ടിവേറ്ററും മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വീട്ടമ്മയും കൂടിയാണ് കേട്ടോ. നമുക്ക് ഇതിലൊക്കെ ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അവര് ഇതൊക്കെ ചെയ്തവരാണ്, ഇതൊക്കെ ചെയ്ത അനുഭവം വന്നവരാണ്. അപ്പൊ മനസ്സിലായല്ലോ, അത് ചെയ്തപ്പോ അവർക്ക് ഉണ്ടായ ഗുണങ്ങളെ പറ്റി പറഞ്ഞല്ലോ. അപ്പൊ അത് നമ്മൾ ചെയ്യാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്കുകൾ പറയാനുണ്ടോ? സംശയം എന്തെങ്കിലും ഉണ്ടോ? ഹലോ, ഓഡിബിൾ ആണോ? യെസ്.
ആ കേൾക്കാം മാം, കേൾക്കാം. ഷെയർ ചെയ്തിട്ടുള്ള ഓഡിബിൾ ആണ്, കേൾക്കാം. സംസാരിക്കുന്നുണ്ടോ വേറെ ആരെങ്കിലും? ഹലോ, പറഞ്ഞോളൂ. ഓക്കെ. ഇന്നത്തെ ക്ലാസ്സിൽ മാം ഷെയർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് നമുക്ക് തന്നെ അനുഭവിച്ചറിയാൻ പറ്റും. ദാസ് മാം പറഞ്ഞതുപോലെ ഞാൻ കൃത്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, അതേപോലെ ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ തന്നെ മാറിയത് പോലെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാല് പിന്നെ സുഖങ്ങളും ദുഃഖങ്ങളും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ളതാണല്ലോ. അപ്പൊ നമ്മുടെ നേരെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിന് വളരെ സമാധാനത്തോടു കൂടി നമുക്കത് ഫേസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട്. എല്ലാവരും ഇത് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു മാം. ഹലോ ഹലോ. പറഞ്ഞോ. സജന മാമിന്റെ ക്ലാസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേൾക്കാൻ എല്ലാം. പിന്നെ കുറച്ച് വോയിസ് ഒന്ന് പ്രശ്നം ഉണ്ടായിരുന്നു മാം, അതുകൊണ്ട് കുറച്ചൊക്കെ കേൾക്കാൻ ഒത്തിരി പാടായിരുന്നെങ്കിലും പറഞ്ഞത് കണക്കുള്ള മൈൻഡ് സെറ്റുകൾ ഞാൻ ഇൻഷാല്ലാ അതേപോലെ തന്നെ കൊണ്ടുപോകാൻ നോക്കാം. പിന്നെ ഈ ഡീപ് ബ്രീത്ത് എന്ന് പറയുന്നത് നമ്മൾ എന്റെ വീട്ടില് എന്റെ മക്കള് കരാട്ടെ ക്ലാസ് പഠിക്കുന്നുണ്ട്. അപ്പൊ അവരിതുപോലെ ഡീപ് ബ്രീത്തും ശവാസനവും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനും ചെറിയ രീതിയിലൊക്കെ ചെയ്യും. എന്റെ മോനും ഹസ്ബൻഡും അത് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ ഞാനത് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെന്ന് പറയുന്നത് പിന്നെ നമ്മള് ബാക്കിയൊക്കെ ചെയ്യാം. പിന്നെ ഈ ഫ്രിഡ്ജ് തുറക്കുമ്പോഴത്തേക്കും പച്ചമുളക് എടുക്കാൻ പോയിട്ട് അവിടെ ഏതിന് പോയി അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അത് കേൾക്കുമ്പോൾ ചിരി വരും. സത്യത്തില് പലപ്പോഴും പല സാധനം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ട് എന്തിനാ ഞാൻ വന്നതെന്ന് തന്നെയാ നമ്മൾ ചിന്തിക്കും. കാര്യം നമ്മൾ അത്രത്തോളം തലയിൽ ഒരുപാട് പ്രഷർ ചെയ്ത് വെച്ചിരിക്കുകയാണ് തലയില്. കാര്യം നമ്മൾ അടുക്കളയിൽ നിൽക്കുന്നു, അരിയിട്ടിരിക്കുന്നു, കറി വെക്കുന്നു, ചോറ് ഇതാക്കുന്നു, കിഴങ്ങ് വെക്കുന്നു. അതിന്റെ ഇടയിൽ അപ്പുറത്തെ വീട്ടിൽ ആരെങ്കിലും വരും, അല്ലെങ്കിൽ കൊറിയർ വരും, അല്ലെങ്കിൽ എന്തെങ്കിലും വരും. അതിന്റെ ഇടയിൽ പോയിട്ട് ഫ്രിഡ്ജ് തുറക്കും. അപ്പൊ നമ്മൾ സെയിം നമ്മുടെ സിറ്റുവേഷൻ ആണ് മാം ഈ പറഞ്ഞത്. അത്രയും അത് കേൾക്കുമ്പോഴത്തേക്കും തന്നെ എനിക്ക് ചിരിയാ വരുന്നത്. കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു കറക്റ്റ് ഒരു ഇതാണ് പറഞ്ഞത്. ഇത് ഇത്രയും നമുക്ക് ഇരിക്കുമ്പോഴത്തേക്കുമാണ് പല കാര്യങ്ങളും നമ്മൾ വിട്ടുപോകും. പിന്നെ നമുക്ക് ഓർമ്മ വരണമെങ്കിൽ അതെല്ലാം നമ്മൾ ഫ്രീ ആക്കി വെക്കണം തലേന്ന്. ഫ്രീ ആയി വരുമ്പോഴാണ് നമ്മൾ ആ കാര്യത്തിനെ കുറിച്ച് ഓർമ്മിക്കുന്നത് തന്നെ. സജന മാമിന്റെ ക്ലാസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇൻഷാല്ലാ അതുപോലെയൊക്കെ തന്നെ മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആക്കി വെക്കാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ സമയം കണ്ടെത്തി അതെല്ലാം ചെയ്യണം. വെറുതെ നമ്മളിത് കേട്ടിരുന്നിട്ടും കാര്യമില്ല പറയുന്ന കണക്ക്. പിന്നെ ഞാൻ ഇതിലോട്ട് വന്നിട്ടേ ഉള്ളൂ, അപ്പൊ അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ എന്റേത് ഇനി ഇൻഷാല്ലാ ഞാനത് റെഡിയാക്കി എടുക്കാം. ബാക്കിയുള്ളവര് ഇതിലൊക്കെ നേരത്തെ ഉള്ളവരാണ്. ഞാനിപ്പോ വന്നിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. ജാസ്മിൻ മാമിനെ അറിയാം. ജാസ്മിൻ മാമിന്റെ ഇതിലേക്ക് വന്നതാണ്, ഗ്രൂപ്പ് വഴി വന്നിട്ടുള്ളതാണ് ഞാൻ. നേരത്തെ വന്നതായിരുന്നു, പക്ഷെ ഞാനത് പോയിട്ട് പിന്നെ രണ്ടാമത് തിരിച്ചു വന്നതാണ് ഇതില്. അപ്പോഴൊരു റെസ്പോണ്ട് ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു. ഇപ്പൊ രണ്ടാമതായിട്ട് വന്നതാണ് ഞാൻ. അപ്പൊ അതുപോലെ എനിക്കും ഒരു പ്രതീക്ഷയുണ്ട്. എന്നെ പോലെ തിരിച്ച് രണ്ടാമത് വേറെ ആളുകൾ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ഏതായാലും ഇത് നല്ല രീതിയിൽ തന്നെ പോകട്ടെ, എനിക്ക് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യാം. താങ്ക് യു മാം, താങ്ക് യു. എന്തായാലും പ്രതികരിച്ച എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. അതുപോലെ നമുക്ക് നല്ല രീതിയിൽ മൈൻഡ്ഫുൾനെസ് നല്ലൊരു ടോപ്പിക്കാണ് അത്. എപ്പോഴും നമ്മൾ കേൾക്കുന്നെങ്കിലും പുതിയതായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് ടിപ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇതിന്റെ ലിങ്ക് വരുമ്പോൾ പലർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ നിങ്ങളുടെ ടീമിനോട് തന്നെ ഈ ക്ലാസ്സുകളൊക്കെ എടുത്തു കൊടുക്കുക. എന്തായാലും നമുക്ക് ഇത്രയും സമയം ഇവിടെ ക്ലാസ്സിന് വേണ്ടിയിട്ട് സമയം ചിലവഴിച്ച സജന മാമിന് പ്രത്യേകം താങ്ക്സ് പറയുന്നു. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് അപ്പൊ 20ാമത്തെ സെഷനാണ്. 20ാമത്തെ സെഷൻ ലീഡ് ചെയ്തത് സജന മാം ആണ്. അപ്പൊ ആ ഒരു ഇതും കൂടി നമുക്ക് ആ ഒരു സന്തോഷം കൂടി ഞാൻ പങ്കുവെക്കുകയാണ്. അപ്പോ ഇനിയും നമ്മൾ പല തരത്തിലുള്ള ക്ലാസ്സുകളായിട്ട് ഇനിയും വരും. പല ട്രെയിനേഴ്സും പല ഡോക്ടേഴ്സും ഒക്കെ ആയിട്ട് ഒരുപാട് ക്ലാസ്സുകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും വരും. എല്ലാവരും കാത്തിരിക്കുക. അടുത്ത ചൊവ്വാഴ്ച ഇൻഷാല്ലാ അടുത്ത ക്ലാസ് ഉണ്ടാവും. അപ്പോ ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വന്ന് ക്ലാസ്സുകൾ കേട്ടവർക്കും അഭിപ്രായം പറഞ്ഞവർക്കും മാമിനും സജന മാമിനും അതുപോലെ നമ്മുടെ ഡയറക്ടർ ലബീല മാം എല്ലാവർക്കും പ്രത്യേകം താങ്ക്സ്. താങ്ക് യു മാം.